Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിപ്പറമ്പ് ദേശീയപാതയിൽ അപകടം, 2 യുവാക്കൾ മരണപ്പെട്ടു. നിർത്തിയിട്ട കാറിന് പിറകിൽ ബൈക്കിടിച്ച് കണ്ണപുരം ക്രിസ്തുക്കുന്നിലെ നിരിച്ചൻ വീട്ടിൽ ജോയൽ ജോസഫ്, ചെറുകുന്ന് പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ചെറുപുഴ മഞ്ഞക്കാട് റോഡിൽ നടന്ന വാഹനാപകടത്തിൽ സ്കൂട്ടി യാത്രക്കാരന് ദാരുണാന്ത്യം. ചിറ്റാരിക്കൽ പറമ്പ സ്വദേശി പുത്തൻപുര സലിം ആണ് അപകടത്തിൽ മരിച്ചത്. പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററില്ല, 100 കണക്കിന് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഇപ്പോൾ പഴയങ്ങാടി പാലത്തിനരികിലായാണ് വള്ളവും വലയും സൂക്ഷിക്കുന്നത്. സഹപാഠിക്ക് വീടൊരുക്കാൻ ഡിഷ് വാഷ് നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് നിർധനയായ സഹപാഠിക്ക് വീട് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഭാര്യയ്ക്ക് നേരെ ആസിഡ് ആക്രമണത്തിനിടയിൽപ്പെട്ട് പൊള്ളലേറ്റ മകന്റെ നില ഗുരുതരം. ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ PV സിദ്ധുനാഥനാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പിതാവ് PV സുരേന്ദ്രനാണ് ആസിഡ് ആക്രമണം നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. തളിപ്പറമ്പ് ദേശീയപാതയിൽ അപകടം, 2 യുവാക്കൾ മരണപ്പെട്ടു. നിർത്തിയിട്ട കാറിന് പിറകിൽ ബൈക്കിടിച്ച് കണ്ണപുരം ക്രിസ്തുക്കുന്നിലെ നിരിച്ചൻ വീട്ടിൽ ജോയൽ ജോസഫ്, ചെറുകുന്ന് പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. തളിപ്പറമ്പ് ദേശീയപാതയിൽ ബൈക്ക് നിർത്തിയിട്ട കാറിന് പിറകിലടിച്ച് 2 യുവാക്കൾ മരിച്ചു. കണ്ണപുരം ക്രിസ്തുക്കുന്നിലെ നിരീച്ചൻ വീട്ടിൽ ജോയൽ ജോസഫ്, ചെറുകുന്ന് പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടം. തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് ആലിംഗിൽ തിയേറ്ററിന് സമീപം നിർത്തിയിട്ട KL 65 S 58 28 മാരുതി സ്വിഫ്റ്റ് കാറിന്റെ പിറകിൽ KL 13 AU 10 42 ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബൈക്ക് യാത്രികർ കുപ്പം ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ടൗൺ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ബൈക്ക് നിയന്ത്രിക്കാനാവാത്തതാണ് അപകടത്തിന് കാരണമെന്ന് സൂചന. അപകടത്തിൽ മരിച്ച ചെറുകുന്ന് സ്വദേശികളായ യുവാക്കളുടെ മൃതദേഹം പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരേതനായ ജോബിയുടെയും ജസീന്ത സീമയുടെയും മകനാണ് 23-കാരനായ ജോയൽ ജോസഫ്. ഡൊമിനിക് ജോയ്സി ദമ്പതികളുടെ മകനാണ് 23-കാരനായ ജോമോൻ ഡൊമിനിക്. ജാക്സൺ സഹോദരനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ മഞ്ഞക്കാട് റോഡിൽ നടന്ന വാഹനാപകടത്തിൽ സ്കൂട്ടി യാത്രക്കാരന് ദാരുണാന്ത്യം. ചിറ്റാരിക്കാൽ പറമ്പ സ്വദേശി പുത്തൻപുര സലീമാണ് അപകടത്തിൽ മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മഞ്ഞക്കാട് വെച്ചായിരുന്നു അപകടം നടന്നത്. റോഡിന് സമീപത്തെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് കയറി വന്ന കാർ ചെറുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടി യാത്രക്കാരൻ ചെറുപുഴ ഭാഗത്ത് നിന്ന് തിരുമേനിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്കൂട്ടി യാത്രക്കാരൻ മരണപ്പെട്ടു. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററില്ല, 100 കണക്കിന് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഇപ്പോൾ പഴയങ്ങാടി പാലത്തിനരികിലായാണ് വള്ളവും വലയും സൂക്ഷിക്കുന്നത്. 100 കണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ് പഴയങ്ങാടി. പഴയങ്ങാടി പട്ടുവംപുഴയിലാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. പഴയങ്ങാടി, വാടിക്കൽ, താവം, മുട്ടുകണ്ടി, പഴയങ്ങാടി എന്നിവിടങ്ങളിൽ നിരവധി ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു.
വള്ളവും വലയും പുഴയോരത്ത് വെച്ചാണ് ഇവർ വീടുകളിലേക്ക് പോവുക. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് മത്സ്യം പിടിക്കാൻ പോകുന്നത്. മറ്റ് സമയങ്ങളിൽ വിശ്രമിക്കാൻ സ്ഥലമില്ല. ഒരുപാട് വർഷങ്ങളായി അവർക്ക് തൊഴിൽ ചെയ്യുന്ന മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണ്. അവർക്കിവിടെ ഇരിക്കാനോ കിടക്കാനോ ഒരു സൗകര്യമില്ല. പിന്നെ അതുപോലെ ഒരു മൂത്രമൊഴിക്കാൻ പോലെ ഒരു ഇടമില്ല. പിന്നെ ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ചെയ്തു കൊടുക്കണമെന്ന് പറയുകയാണ് ഞാൻ. വെള്ളങ്ങളിൽ ഇവർ ഇവിടെ തന്നെ കെട്ടിയിട്ട് പോക്കാണ്. ചില സമയത്ത് വെള്ളങ്ങൾ ആരെങ്കിലും അഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഇവർക്ക് കിടക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം വിനീതമായി പറയുകയാണ് ഞാൻ. പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പഴയങ്ങാടി പുഴയിൽ മറ്റ് പദ്ധതികൾക്കായി കോടികൾ ചിലവഴിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാന ആവശ്യമായ ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നൂറുകണക്കിന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ് പഴയങ്ങാടി പുഴയും അതിൻ്റെ അനുബന്ധ മേഖലയും. അവർക്ക് വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വള്ളങ്ങൾ സൂക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു കേന്ദ്രം വേണമെന്ന് അവർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പഴയങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രം ഒരുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സഹപാഠിക്ക് വീടൊരുക്കാൻ ഡിഷ് വാഷ് നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് നിർധനയായ സഹപാഠിക്ക് വീട് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ തിരക്കുപിടിച്ച ഡിഷ് വാഷ് നിർമ്മാണത്തിലാണ്. നിർമ്മിച്ച ഡിഷ് വാഷ് ഓരോ ബോട്ടിലുകളിലായി നിറച്ച് സ്റ്റിക്കർ പതിച്ചു കഴിയുമ്പോഴും ഓരോരാളുടെയും മുഖത്ത് തികഞ്ഞ സംതൃപ്തി. ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ ഈ ഡിഷ് വാഷ് നിർമ്മാണം. വീടില്ലാത്ത നിർധനയായ സഹപാഠിക്ക് അടച്ചുറപ്പുള്ള മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു നൽകണം. സാധ്യമായ നിലയിലെല്ലാം അതിന് ധനസമാഹരണം നടത്തണം. സ്കൂളിൽ നിന്നു തന്നെയാണ് വിദ്യാർത്ഥികൾ ഡിഷ് വാഷ് തയ്യാറാക്കുന്നത്. നമ്മുടെ കൂടെ ഒന്നിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഷ് വാഷ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വിറ്റ് കിട്ടുന്ന തുക നമ്മൾ ആ ഭവന നിർമ്മാണത്തിലേക്ക് എടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ അർപ്പണ മനോഭാവം ഒന്ന് തന്നെയാണ് പ്രധാന മൂലധനമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി പറയുന്നു. കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഒരു സഹപാഠിക്ക്, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക്, നിർധനയായ കുട്ടിക്ക് വീടെടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ യൂണിറ്റ് ഡിഷ് വാഷ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ഡിഷ് വാഷ് വിൽപ്പന നടത്തി കിട്ടുന്ന ആ എമൗണ്ട് നമുക്ക് വീടിൻ്റെ പ്രവർത്തനത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതുകൂടാതെ ധനസമാഹരണത്തിനായി വീടുകൾ തോറും നടന്ന ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഒപ്പം നോട്ടുപുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട് NSS വളണ്ടിയർമാർ. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിൽ ആ സ്നേഹവീട് വേഗത്തിലൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഭാര്യയ്ക്ക് നേരെയുള്ള ആസിഡ് ആക്രമണത്തിനിടയിൽപ്പെട്ട് പൊള്ളലേറ്റ മകന്റെ നില ഗുരുതരം. ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ PV സിദ്ധുനാഥിനാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പിതാവ് PV സുരേന്ദ്രനെതിരെ ചിറ്റാരിക്കാൽ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ചിറ്റാരിക്കൽ കമ്പല്ലൂരിലെ 20 വയസ്സുകാരൻ PV സിദ്ധുനാഥിനാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സിദ്ധുനാഥിന്റെ പിതാവ് കമ്പല്ലൂരിലെ PV സുരേന്ദ്രനാണ് ആസിഡ് ആക്രമണം നടത്തിയത്. പ്രതിക്കെതിരെ ചിറ്റാരിക്കൽ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. സുരേന്ദ്രൻ ഭാര്യയ്ക്ക് നേരെയാണ് ആസിഡ് ആക്രമണം നടത്തിയത്. ഐസ്ക്രീം എന്ന വ്യാജേന ബോൾ ഐസ്ക്രീമിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ഭാര്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു. ഭാര്യ ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ ഓടിയപ്പോഴാണ് ഐസ്ക്രീം ബോളിൽ നിന്നും സിദ്ധുനാഥിന്റെ മേൽ ആസിഡ് വീണത്. പുറത്തടക്കം ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മുൻപ് സുരേന്ദ്രനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ മുൻ പ്രസിഡന്റും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന TK കോമപൊതുവാളിന്റെ സ്മരണാർത്ഥം കേളപ്പൻ സർവീസ് സെന്റർ ഏർപ്പെടുത്തിയ അവാർഡ് കോൽക്കളി കലാകാരൻ EA കൃഷ്ണന് നൽകും. കോൽക്കളി രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അന്നൂർ കേളപ്പൻ സർവീസ് സെന്റർ മുൻ പ്രസിഡന്റും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന TK കോമപൊതുവാളിന്റെ സ്മരണാർത്ഥം
കേളപ്പൻ സർവീസ് സെന്റർ ഏർപ്പെടുത്തിയ അവാർഡ് കോൽക്കളി കലാകാരൻ EA കൃഷ്ണന് നൽകും. കോൽക്കളി രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. PP നാരായണൻ ഗുരുക്കളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അവാർഡ് കളരിപ്പയറ്റ് രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് OP മുകുന്ദന് നൽകും. മെയ് 19 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് അവാർഡ് ദാന ചടങ്ങ് നടക്കും. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ അവാർഡുകൾ വിതരണം ചെയ്യും. തുടർന്ന് കോൽക്കളി അരങ്ങേറ്റവും നടക്കും. വാർത്താസമ്മേളനത്തിൽ P. കമ്മാര പൊതുവാൾ, VM ദാമോദരൻ മാസ്റ്റർ, ഡോക്ടർ AK വേണുഗോപാലൻ, AP ഗംഗാധരൻ, VM രാജീവൻ, AP സുധാകരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപ്പിപ്പി നാടൻകളി പഠന ക്യാമ്പിന് തുടക്കമായി. പയ്യന്നൂർ ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടക്കുന്ന ക്യാമ്പ് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപ്പിപ്പി നാടൻകളി പഠന ക്യാമ്പ് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് ഏതാണ്ട് ഒരു മാസം കേരളത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ മിക്കവാറും ഇടങ്ങളിൽ കുട്ടികളൊക്കെ ഇത്തരം പ്രക്രിയകളുമായി നല്ല ബന്ധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ക്ലബ്ബുകാരോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ എന്താണ് ജനാധിപത്യം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ. PT പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. KP സതീഷ് മാസ്റ്റർ, AK ബിജേഷ് എന്നിവർ സംസാരിച്ചു. പുതുതലമുറയ്ക്ക് പഴയകാല കളികൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം പുത്തൻ അറിവുകളും പകർന്നു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓലപ്പിപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KRMU പഴയങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അഭിരാമി സുധീറിന് KRMU സംസ്ഥാന കമ്മിറ്റി അംഗം PM ദേവരാജൻ ഉപഹാരം നൽകി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അഭിരാമി സുധീറിനെ KRMU സംസ്ഥാന കമ്മിറ്റി അംഗം P. ദേവരാജൻ ഉപഹാരം നൽകി അനുമോദിച്ചു. പൊങ്കാരൻ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സതീശൻ വെങ്ങര, MD നാസർ, AV രാജേഷ്, നികേഷ് താവം, മടപ്പള്ളി പ്രമോദ്, സുധീർ വെങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റും സംയുക്തമായി പെരുമ്പ പുഴയോര ശുചീകരണവും എടാട്ട് പാതയോര ശുചീകരണവും നടത്തി. ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റുകളും സംയുക്തമായി പെരുമ്പ പുഴയോര ശുചീകരണവും എടാട്ട് പാതയോര ശുചീകരണവും നടത്തി. ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും കുഞ്ഞിമംഗലം ഹൈസ്കൂളിലെ NSS ടീമും അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ കോളേജിൻ്റെ NSS 1095 വളണ്ടിയർമാരും വിവിധ ഇടങ്ങളിലായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ എടാട്ട് പാതയോരവും അതുപോലെ തന്നെ നമ്മുടെ പുഴയുടെ സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന് എടുക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശോഭ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ K. ജിഷ ബേബി, ആസൂത്രണ സമിതി അംഗം അടുക്കാടൻ വിജയൻ, ശുചിത്വ കേരള മിഷൻ കോർഡിനേറ്റർ K. സോമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, NSS കുട്ടികൾ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണ്ടയങ്കോവൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 70ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും ഗായകനുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുണ്ടയങ്കോവൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 70ാം വാർഷികാഘോഷ പരിപാടികൾ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വൈരാഗ്യങ്ങളുടെയും വർണ്ണവിവേചനങ്ങളുടെയും ഒന്നും അതിർവരമ്പുകളില്ലാത്ത ഒരു ഇടമാണ്. ചിലപ്പോൾ പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വം. സി രമേശൻ അധ്യക്ഷത വഹിച്ചു. ടി ദിവാകരൻ മാസ്റ്റർ, കെ വി സുരേഷ് ബാബു, കെ പി കണ്ണൻ, എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, പി രാധാകൃഷ്ണൻ, പി ഉഷ, കെ വി സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് തിരുവാതിര, ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, നാടൻപാട്ട്, സഹൃദയ ഡ്രീം സോങ്സ്, നൃത്തനൃത്യങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഗ്രാമോത്സവം 2024 മെയ് 14 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണി മുതൽ തിരുമേനി മലങ്കര പാരിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പൊതുസമ്മേളനം ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഗ്രാമോത്സവം 2024 മെയ് 14 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണി മുതൽ തിരുമേനി മലങ്കര പാരിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സാംസ്കാരിക ഘോഷയാത്ര, തെരുവു നാടകം, പൊതുസമ്മേളനം, അവാർഡ് ദാനം, കലാപരിപാടികൾ എന്നിവയാണ് ഗ്രാമോത്സവ വേദിയിലെ പ്രധാന ഇനങ്ങൾ. പൊതുസമ്മേളനം ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി, ശ്രേയസ് സോണൽ മാനേജർ സാജൻ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP നസീറ, കോഓർഡിനേറ്റർമാരായ VV നളിനാക്ഷൻ, ഷാജി മാത്യു, KD പ്രവീൺ, സന്തോഷ് ഇലയിടത്ത്, മഞ്ജു ജെയ്സൺ, V ജോൺ, സജി തോട്ടത്തിൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി ആണ്ടാംകോവൽ മുതൽ കൊയപ്പാറ വരെ പാതയോര ശുചീകരണം നടത്തി. ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് 616 സംയുക്തമായി ആണ്ടാംകോവൽ മുതൽ കൊയപ്പ പാതയോര ശുചീകരണം നടത്തി. ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ എല്ലാ വർഷവും ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്താറുണ്ടെങ്കിലും എല്ലാവരും വീണ്ടും ആ രീതിയിലേക്ക് ഒരു മാതൃകയായിട്ട് മുന്നേറാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതിന് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കരുണാകരൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ അരുൾ, ശുചിത്വ കേരള മിഷൻ കോർഡിനേറ്റർ K സോമൻ, NSS കോർഡിനേറ്റർ സിന്ധു പടോളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. എല്ലാ വർഷവും മെയ് 2-ാം ശനിയാഴ്ചയാണ് ലോക ദേശാടന പക്ഷി ദിനം ആചരിക്കുന്നത്. ഷഡ്പദങ്ങളും ദേശാടന പക്ഷികളും എന്നതാണ് ഇക്കൊല്ലത്തെ വിഷയം. ഭൂമിയിൽ എല്ലായിടത്തും പക്ഷികൾ പ്രാദേശികമായും ഭൂഖണ്ഡാന്തര തലത്തിലും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ദേശാടനം നടത്താറുണ്ട്. തണുപ്പ് കൂടി വരുമ്പോൾ ചൂട് കൂടിയ മേഖലകളിലേക്കും തിരിച്ചും പക്ഷികൾ ദേശാടനം ചെയ്യുന്നു. ആർട്ടിക് ടേൺ എന്ന പക്ഷി 13,000 കിലോമീറ്റർ വരെ ദേശാടനം നടത്തുന്നുണ്ടെന്നാണ് കണക്ക്. പറക്കൽ പക്ഷികൾക്കുള്ള ജൈവികമായ സിദ്ധിയാണ്. അതിന് ധാരാളം ഊർജം വേണം. ഈ ഊർജമാണ് ഷഡ്പദങ്ങൾ, മത്സ്യങ്ങൾ, പാമ്പുകൾ എന്നിവ. ഈ വർഷം ദേശാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഡ്പദങ്ങളും പക്ഷികളും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് മനുഷ്യൻ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് വിഷയം. 40 കോടി കൊല്ലങ്ങൾക്ക് മുൻപാണ് ഷഡ്പദങ്ങൾ ഉദയം ചെയ്യുന്നത് ഭൂമുഖത്ത്. അതിന് എത്രയോ കാലം കഴിഞ്ഞാണ് കരയിൽ അവയെ തിന്നുന്ന ഉഭയജീവികളായ തവളകളും പിന്നീട് ഉരകങ്ങളും പക്ഷികളും ഉണ്ടാകുന്നത്. മനുഷ്യർക്കും ഈ ഷഡ്പദങ്ങൾ, ആറുകാലികൾ അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഫലസമൃദ്ധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ലോകത്തെമ്പാടും ആവാസ വ്യവസ്ഥകൾ നശിക്കുന്നതോടുകൂടി, യുദ്ധങ്ങളുണ്ടാകുന്നതോടുകൂടി, വരൾച്ചയുണ്ടാകുന്നതോടുകൂടി, ആവാസ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതോടുകൂടി
കീടനാശിനികളുടെ അമിത ഉപയോഗമുണ്ടാകുന്നതോടുകൂടി ഷഡ്പദങ്ങൾക്ക് നാശം വരികയും ദേശാടനത്തിന് ഇറങ്ങുന്ന പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഹാരം നഷ്ടപ്പെട്ട് മുട്ട വിരിയാൻ പ്രയാസപ്പെട്ട് കുട്ടികൾ ഇല്ലാതെ വംശനാശത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ പക്ഷികളുടെ ദേശാടന ഷഡ്പദങ്ങളുമായി ബന്ധപ്പെട്ട് നാം ചില ചിന്തകൾ ഉയർത്തുന്നത്. പറക്കുമ്പോൾ ആഹാരം ഊർജ്ജമായി മാറുന്നതിന് ശ്വാസകോശവും ഹൃദയവും അതിശക്തമായി സ്പന്ദിക്കണം. 1 മിനിറ്റിൽ 1000 തവണ വരെ സ്പന്ദിക്കുന്ന പക്ഷി ഹൃദയങ്ങളുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓർമ്മത്തണലിൽ അവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി. GHSS മാത്തിൽ SSLC 1996-97 ബാച്ച് സംഗമം ദിൽസെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മമരത്തണലിൽ ഒരിക്കൽ കൂടി അവർ ഒത്തുകൂടി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1996-97 വർഷ SSLC ബാച്ച് സംഗമം ദിൽസെ മാത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലപാഠങ്ങളൊക്കെ കേട്ട് പ്രതിഷ്ഠമാക്കി എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ആണ് ഞാൻ വളർന്നു വന്നത്. ആ സമയത്ത് ഞാൻ ചെറുകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്, 10ാം ക്ലാസ് വരെ. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ വളരെ ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു. രതീഷ് വൈക്കത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഗുരുനാഥന്മാരെ ആദരിച്ചുകൊണ്ട് സ്നേഹാദരം പരിപാടി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉപഹാരം നൽകി. വിനോദ് KA, പ്രീത KV എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആയനൂർ ശ്രീ ശിവക്ഷേത്രം നവീകരണ ബ്രഹ്മകലശധ്വജ പ്രതിഷ്ഠാ മഹോത്സവത്തിന് നാളെ തുടക്കമാവും. മെയ് 12 മുതൽ 27 വരെ വിവിധ കലാപരിപാടികളും കലവറ നിറക്കൽ ഘോഷയാത്ര, വിശേഷാൽ പൂജകൾ, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും. മെയ് 19-ന് ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കും. 22-ന് രാവിലെ 8 മണിക്ക് ധ്വജപ്രതിഷ്ഠാ കർമ്മവും അന്നേ ദിവസം ദീപാരാധനയ്ക്കു ശേഷം കൊടിയേറ്റവും സാംസ്കാരിക സമ്മേളനവും നടക്കും. TI മധുസൂദനൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. മെയ് 19-ാം തീയതി ദേവപ്രതിഷ്ഠയും മെയ് 22-ാം തീയതി രാവിലെ ധ്വജപ്രതിഷ്ഠയും 22-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് തന്നെ കൊടിയേറ്റ് ഉത്സവവും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മളെ ക്ഷേത്രത്തിൻ്റെ നവീകരണ മറ്റ് പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടത്തിക്കഴിഞ്ഞു. നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു തീർത്ത് നമ്മൾ ഏതായാലും അതിന് തയ്യാറെടുപ്പ് നടത്തി അത് നമ്മുടെ നാട്ടുകാരുടെ സഹായത്തോടെ ഇതുവരെ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. 24, 26 തീയതികളിൽ തിടമ്പ് നൃത്തവും 27-ന് ആറാട്ടിനു ശേഷം നടക്കുന്ന ആറാട്ട് സദ്യയോടും കൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഉദ്ഘാടന ദിവസമായ നാളെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്കു ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. മെയ് 12-ന് വൈകുന്നേരം 4 മണിക്ക് ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന കലവറയോടുകൂടി ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന 16 ദിവസങ്ങളിലായി വിവിധ താന്ത്രിക കർമ്മങ്ങളും സാംസ്കാരിക പരിപാടികളും അതോടൊപ്പം കലാപരിപാടികളും കോർത്തിണക്കിക്കൊണ്ടാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹാഷിം അരിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. MP പങ്കജാക്ഷൻ നായർ അധ്യക്ഷത വഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിപ്പറമ്പ് ദേശീയപാതയിൽ അപകടം, 2 യുവാക്കൾ മരണപ്പെട്ടു. നിർത്തിയിട്ട കാറിന് പിറകിൽ ബൈക്കിടിച്ച് കണ്ണപുരം ക്രിസ്തുക്കുന്നിലെ നിരിച്ചൻ വീട്ടിൽ ജോയൽ ജോസഫ്, ചെറുകുന്ന് പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ചെറുപുഴ മഞ്ഞക്കാട് റോഡിൽ നടന്ന വാഹനാപകടത്തിൽ സ്കൂട്ടി യാത്രക്കാരന് ദാരുണാന്ത്യം. ചിറ്റാരിക്കൽ പറമ്പ സ്വദേശി പുത്തൻപുര സലിം ആണ് അപകടത്തിൽ മരിച്ചത്.
പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററില്ല, നൂറുകണക്കിന് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഇപ്പോൾ പഴയങ്ങാടി പാലത്തിനരികിലായാണ് വള്ളവും വലയും സൂക്ഷിക്കുന്നത്. സഹപാഠിക്ക് വീടൊരുക്കാൻ ഡിഷ് വാഷ് നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് നിർധനയായ സഹപാഠിക്ക് വീട് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഭാര്യയ്ക്ക് നേരെ ആസിഡ് ആക്രമണത്തിനിടയിൽപ്പെട്ട് പൊള്ളലേറ്റ മകന്റെ നില ഗുരുതരം. ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ PV സിദ്ധുനാഥനാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പിതാവ് PV സുരേന്ദ്രനാണ് ആസിഡ് ആക്രമണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.